ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ ഉണ്ടാവുക. ഇന്ന് ഞാൻ നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ പപ്പായ കൊണ്ടുണ്ടാക്കിയ പച്ചടിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ രണ്ട് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. സാമ്പാർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക ഒരു 10-12 വെണ്ടക്ക ഉണ്ട്, ഒരു നേന്ത്രപ്പഴം ഉണ്ട്, പിന്നെ ഒരു 10-12 തന്നെ ബീൻസ്, 1.5 തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ 2.5 കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ 1 അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാവരും കഴിക്കുന്ന പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൽ 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത 2 ഉള്ളിയിൽ നിന്ന് 1.5 കഷ്ണം ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഞാൻ 2 ഉള്ളിയല്ലേ കാണിച്ചത്, അതിൽ നിന്ന് 1/2 കഷ്ണം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 1.5 കഷ്ണേ വേണ്ടുള്ളൂ, കാരണം ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതാണ്. വലിയ ഉള്ളിയാണെങ്കിൽ 1 ഉള്ളി മതി. ഇനി തക്കാളി ഞാൻ ഇതിലേക്ക് മുറിച്ചിടുന്നുണ്ട്. തക്കാളീൻ്റെ അളവും അങ്ങനെ തന്നെയാണ്. വലിയൊരു തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി. ഇനി പച്ചമുളക് 4 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ നാട്ടിൽ നിന്നെല്ലാം എരിവില്ലാത്ത പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഇത് ചെറുതുമാണ്, വലുതാണെങ്കിൽ അത്രയൊന്നും എടുക്കണ്ട, കറക്റ്റ് 4 എണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറങ്ങ് അടച്ച് വെക്കുക, ഗ്യാസിൻ്റെ മുകളിൽ വെക്കുക. ഒരു 4 വിസിലടിയണം, കാരണം ഇത് തുവരപ്പരിപ്പ് കുറച്ച് വേവുള്ള പരിപ്പാണ്. അങ്ങനെ ഒരു 3-4 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പരിപ്പ് ഒരുവിധം വെന്തിട്ടുണ്ട്. വെന്തടിയരുത്, ഈ ഒരു ടൈപ്പ് കിട്ടിയാൽ മതി. ഇനി ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. പീലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം പണി എളുപ്പമായി കിട്ടും. അത് കഴിഞ്ഞ് അടുത്തത് പൊട്ടാറ്റോ ആണ്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടുതൽ മക്കൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം തന്നെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതും ഞാൻ തൊലി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി പച്ചക്കായ് ഫുള്ളായിട്ട് തൊലി കളയരുത്, ഈ ഒരു ടൈപ്പിലാണ് തൊലി കളയേണ്ടത്. ചെറുങ്ങനെ നമുക്ക് തോലവിടെ ബാക്കിയായിട്ട് വേണം. ഇനി ഈ പച്ചക്കായ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ ചെറിയ പീസാക്കാണ്ട് ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിട്ട് നമ്മൾ പച്ചക്കായ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ പച്ചക്കായ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെറുങ്ങനെ ആക്കി എടുക്കാം. ഞാൻ ക്യാരറ്റും പച്ചക്കായും എല്ലാം ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു രസമായിരിക്കും. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അധികം ചെയ്യൽ. ഇനി ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങാണ്. ഇങ്ങനെ പച്ചക്കറികളെല്ലാം ഓരോന്നോരോന്ന് എടുത്താൽ തന്നെ കുറേ കറികളായിട്ട് മാറും. ഒരു 8 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ 3 പച്ചക്കറികളും ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തത് ബീൻസ് ആണ്. ബീൻസും നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഈ 4 പച്ചക്കറികളും ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നത്. വേവ് കൂടിയത് ആദ്യവും, പിന്നീട് വേവ് കുറഞ്ഞത്, പിന്നീട് അതിലും വേവ് കുറഞ്ഞത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും അളവിൽ പുളി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി അതിലേക്ക് അലിയാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 8 ചെറിയുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മുറിച്ചിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയുള്ളിയും ഇതിൽ മസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റ് പുളി. രണ്ടാമത് വെള്ളം ഒഴിക്കണമെന്നില്ല, ഈ ഒരൊറ്റ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ മുളകിൻ്റെ പൊടിയുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുത്തോണ്ട് ഇതിൽ ഇടണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളം നിങ്ങൾ കറക്റ്റ് ഇതാ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഓരോ പച്ചക്കറി എടുക്കുന്ന അളവ് പോലെ ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടിച്ചിട്ട് 1 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസുമേൽ വെക്കുന്നുണ്ട്. ആവുന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറി ബാക്കിയുള്ളത് മുറിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വെണ്ടക്ക നീളത്തിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
ഇനി മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായിൻ്റെ ആദ്യം പീലർ ഉപയോഗിച്ച് ചെറുങ്ങനെ ഞാൻ അതിൻ്റെ തൊലി എടുക്കുന്നുണ്ട്, ഫുള്ളായിട്ടല്ല. പിന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുക്കർ ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ്ക്കും ഒറ്റ വിസിലടിച്ചാൽ മതി, രണ്ടാമതൊരു വിസിൽ അടിയണമെന്നില്ല. അങ്ങനെ നമ്മളെ പച്ചക്കറിയെല്ലാം കറക്റ്റ് അളവ് കിട്ടും, ഉടഞ്ഞു പോവാണ്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങയിൽ കറിവേപ്പില, ഒരു 2 കായ് വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ 2 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. അതുപോലെ ഇത് അടിയിൽ പിടിക്കാണ്ട് നോക്കണം. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രൗൺ കളറായിട്ട് മാറും. ഇതുപോലെ ഇഞ്ചി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് വഴറ്റുന്നുണ്ട്. ഈ വറുത്ത തേങ്ങ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ലോണം തണിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് ലൈറ്റിൻ്റെ കളർ കൊണ്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് കാണുന്നത്. കറക്റ്റ് ബ്രൗൺ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത അതേ പാത്രം തന്നെ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ വറുത്ത തേങ്ങ തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം തേങ്ങേനേക്കാളും മുകളിലാവാണ്ട് നോക്കണം. വെള്ളം കൂടിപ്പോവണ്ട, കുറച്ച് ടൈറ്റിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അരച്ച അരപ്പ് കാണിച്ചു തരാം, കണ്ട ഇതുപോലെ കിട്ടണം. ഇനി ലാസ്റ്റത്തെ പരിപാടിയാണ്. നേരത്തെ എടുത്ത അതേ പാത്രം തന്നെ, വേറെ പാത്രമൊന്നും കകണ്ടെന്ന് വിചാരിച്ചിട്ട് അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് 4 കായ് വറ്റൽ മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ച പച്ചക്കറിയെല്ലാം ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ആക്കാം. ഞാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ആ ഒരു അരപ്പിൻ്റെ മിക്സ് എല്ലാം ഇതിലേക്ക് ആക്കി കൊടുക്കണം. ഈ വാട്ടിയെടുത്ത വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത്. വെണ്ടക്ക മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് സാമ്പാറിലെ മെയിൻ ഘടകമാണ് വെണ്ടക്ക, നന്നായിട്ട് കഴിക്കും. പിന്നെ കായം ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കായം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പെർഫെക്റ്റ് ആയി. ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വരും, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം ഈ സാമ്പാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് പപ്പായ പച്ചടിയാണ്. ചെറിയൊരു പപ്പായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി ഞാൻ പീലർ ഉപയോഗിച്ചിട്ട് മാറ്റുന്നുണ്ട്. അപ്പം പപ്പായ കുട്ടപ്പനായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഞാനിത് നടുകെ പിളർന്ന് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുരുക്കളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മളിതിന് കർമൂസാന്നേ പറയുക. പപ്പായ മാത്രമല്ല, വെള്ളരി കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും പച്ചടി ഉണ്ടാക്കും. ഇതിലൊന്നുമില്ല കേട്ടോ, ഒറ്റ കുരു പോലും ഇതിലില്ല. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് കഴുകിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടണം. ഈ ഒരു പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പപ്പായ എല്ലാം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ചെമ്പിൽ വേവിക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിഞ്ഞു പോകാണ്ടിരിക്കണം. ഇതിൽ ഞാൻ 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചിടുന്നുണ്ട്. ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മിക്സിയിൽ നിന്ന് അരക്കുന്ന സമയത്തും പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലൊരു നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ നമുക്ക് പപ്പായ പച്ചടി കിട്ടും. അങ്ങനെ നമ്മളെ പപ്പായ കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. വേവുകയും ചെയ്യണം, പക്ഷെങ്കിൽ വെന്തൊടയുകയും ചെയ്യരുത്. അമ്മാതിരിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ചെമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് തിരിയും. അടുത്തതായിട്ട് ഒരു മിക്സി എടുത്തിട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ഞാൻ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
തൈര് ഇവിടെയുള്ള തൈരാണ്, പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കണ്ട ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ പപ്പായ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് തൈര് ചേർക്കാണ്ട് തേങ്ങ അരച്ചു കൊടുത്തിട്ട് പിന്നീട് നമ്മൾ പപ്പായ ഇതിലിട്ട് കൊടുത്തില്ലേ, ആ ടൈമിൽ തൈര് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് കടുകും പിന്നീട് വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 കായ് വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പച്ചടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിക്കണം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി അധികം നേരം വെക്കണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരെല്ലാം ഇട്ടതുകൊണ്ട് ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ട പപ്പായ കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ടൈറ്റ് ആയിട്ട് വരും. ഇതല്ല ഞാൻ വെച്ചത്, കാരണം സദ്യക്ക് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഐറ്റമാണ് വെച്ചത്. പിന്നെ കൂട്ടുകറി ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് കൂട്ടുകറി ഉണ്ടാക്കിയിട്ടില്ല. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ സാമ്പാറും പപ്പായ പച്ചടിയെല്ലാം മിക്സ് ആക്കിയിട്ടാണ് വെച്ചത്. പക്ഷേങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ സാമ്പാർ വേറെ പപ്പായ പച്ചടി വേറെ ആയിട്ടാണ് കാണിച്ചത്. കാരണം കൺഫ്യൂഷൻ ആയി പോലോ എന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോന് ലൈക്ക് കുറവാണ്, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.